എൻ്റെ വിനീത പ്രണാമം. ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. പലരും എവിടെ നിന്നാണ് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഉത്തരം പറയേണ്ടി വരുന്നത് കൊണ്ടാണ് ഞാൻ മുമ്പ് തന്നെ ഇക്കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പെൻഡുലത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പെൻഡുലങ്ങൾ, പലതരത്തിലുള്ള പെൻഡുലങ്ങൾ നമുക്ക് ഇന്ന് വിപണിയിൽ ലഭിക്കുന്നതാണ്. അവ പലതും പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുമെങ്കിലും പലപ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പലരും പെൻഡുലം ഉപയോഗിക്കുന്നത് നമ്മുടെ പല പ്രശ്നങ്ങളും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹീലിങ്ങിന് വളരെ കുറവ് പേര് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഹീലിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്. പലതരത്തിലുള്ള പെൻഡുലങ്ങളുണ്ടെങ്കിലും അവയെല്ലാം പല രീതിയിലും പല കാര്യങ്ങൾക്കുമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇന്നിവിടെ ഞാൻ ഉപയോഗിക്കുന്ന പെൻഡുലങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഹീബ്രു പെൻഡുലം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹീബ്രു പെൻഡുലത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഹീബ്രു പെൻഡുലം. കാരണം ഇത് ഒരു മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പെൻഡുലമാണ്. ഇതാണ് പെൻഡുലം. ഈ പെൻഡുലത്തിന് 2 ഭാഗമുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതാണ് ഒരു ഭാഗം, 2 വെട്ടുള്ളൊരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. നമുക്ക് ഡൗസിങ്ങിന് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ ഈ ഭാഗമാണ് ഉപയോഗിക്കുക. അതേസമയം ഹീലിംഗ് പർപ്പസിനാണെങ്കിൽ ഇങ്ങനെ ഈ വെട്ടുള്ള ഭാഗമാണ് നമ്മൾ കണ്ടുപിടിക്കുക. വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഈ പെൻഡുലം. ഈ പെൻഡുലം പ്രത്യേകിച്ച് ഒരു ദൈവികമായിട്ടുള്ള ഒരു പെൻഡുലമാണ്. ഇത് ഹീബ്രുവിലാണ് ഇത് പലപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്, പരിശീലിക്കുന്നത്. കാരണം ഈ ഹീലിംഗ് പർപ്പസാണ് കൂടുതലും ഇതിൽ കാണുന്നത്. നമുക്ക് ഈ പെൻഡുലത്തിൻ്റെ മുകളിൽ ഇതേപോലെ കുറേ സ്ട്രിപ്പുകൾ നമ്മൾ ഹീബ്രുവിൽ ഉണ്ടായിരിക്കും. ഇതാണ് ഹീബ്രുവിലുള്ള, വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതുപോലെ എഴുതിയതിന് ശേഷം ഈ പെൻഡുലത്തിൽ ഇതിങ്ങനെ വെച്ച് റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് ഇത് ഹീല് ചെയ്യുന്നത്. ഇങ്ങനെയാണിത് ഹീല് ചെയ്യുന്നത്. അപ്പോൾ ഇത് അവിടെ കിടന്നിട്ട് കറങ്ങിയിട്ടാണ് അതിൻ്റെ ഹീലിംഗ് പ്രവർത്തനം നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഹീബ്രു ഭാഷയിൽ എഴുതിയിട്ടുള്ള പെൻഡുലങ്ങൾ ഉണ്ട്. അത് നമുക്ക് വളരെ വാല്യുബിളാണ്. ആ പെൻഡുലം ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യുവാനായിട്ട് കഴിയും. ഇതാണ് ഹീബ്രുവിലുള്ള ഒരു സ്ട്രിപ്പാണ്. ഒരു സ്ട്രിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഹീബ്രുവിൽ എഴുതിയിട്ടുള്ള സ്ട്രിപ്പ്. ഈ സ്ട്രിപ്പും ഇതുപോലെ കുറേ സ്ട്രിപ്പുകളുണ്ട്, കളർ സ്ട്രിപ്പുകൾ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആണ് ഈ പെൻഡുലത്തിൽ നേരത്തെ പേപ്പർ ഇട്ട് ചെയ്തതുപോലെ. ഞാൻ നേരത്തെ എഴുതിയത് മലയാളത്തിലാണ്, ഇത് ഹീബ്രുവിലാണ്. ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഈ പെൻഡുലം ഉപയോഗിക്കുന്നത്. ഈ പെൻഡുലം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. ഈ പെൻഡുലത്തിന് നമുക്ക് ബ്ലാക്ക് മാജിക്, അതായത് മാന്ത്രികം, അവിചാര ശക്തികളുടെ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് നീക്കിക്കളയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അബൻഡൻസ്, നമുക്ക് പണത്തിൻ്റെ ലഭ്യത കുറവാണെങ്കിൽ നമുക്ക് അത് ലഭിക്കാനായിട്ട് ഇത് സാധിക്കും. ഹീലിങ്ങിന്, വിവിധ രോഗങ്ങൾക്ക് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതുകൊണ്ട് നമുക്ക് പല രോഗങ്ങളും മാറ്റുവാനായിട്ട് സാധിക്കും. കാരണം ഇതൊരു അവസാനത്തെ വാക്കല്ല, ഇതൊരു ആൾട്ടർനേറ്റീവ് മെഡിസിനിലെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ മരുന്നിനെ ആശ്രയിക്കുന്നത്, ഇപ്പം മരുന്നിനെ തന്നെ ആശ്രയിക്കണം. ഡോക്ടേഴ്സിനെ കാണേണ്ടത് നമ്മൾ ഡോക്ടേഴ്സിനെ കാണുക തന്നെ വേണം. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്കിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് വളരെയധികം നമ്മുടെ ആരോഗ്യത്തിന്, അതായത് മെൻ്റൽ, ഫിസിക്കൽ, ഇമോഷണൽ, ഓറ എല്ലാ ലെവലിലും നമുക്കിത് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക്
ഓറ, ചക്ര എന്നിവ നമുക്കിത് ഹീൽ ചെയ്യാനും ബാലൻസ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ റേക്കിയിലും മറ്റുള്ള എനർജി ഹീലിങ്ങിലൊക്കെ നമ്മൾ ഓറയൊക്കെ നമ്മൾ ക്ലെൻസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ മാന്ത്രികമായിട്ട് കിടക്കുന്ന ചില അവശിഷ്ടങ്ങളുണ്ടായിരിക്കാം. അതൊന്നും റിമൂവ് ചെയ്യുവാനായിട്ട് റെക്കിയിലോ അതല്ലെങ്കിൽ മറ്റ് എനർജി ഹീലിങ്ങിലോ നമുക്ക് സാധിക്കില്ല. എന്നാൽ നമുക്ക് ഈ ഹീബ്രു പെൻഡുലം കൊണ്ട് നമുക്ക് അവയെല്ലാം ഈ ഹുക്കുകൾ അതേപോലെ പാരസൈറ്റ്സ് എന്നൊക്കെ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ ദുർമന്ത്രവാദങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക ഈ വിഷം, മറ്റേ കൈവിഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ ശരീരഭാഗത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അവയൊക്കെ പരിപൂർണമായിട്ടും റിമൂവ് ചെയ്യുവാനായിട്ട് നമുക്ക് ഈ ഹീബ്രു പെൻഡുലം കൊണ്ട് ഉപയോഗിച്ച് തീർക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, നമ്മുടെ റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ട്, അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ ഏത് ഫീൽഡ് എടുത്താലും നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ വീട് ക്ലൻസ് ചെയ്യാനായിട്ട്, വാസ്തുവിൻ്റെ ദോഷങ്ങൾ ക്ലൻസ് ചെയ്യുവാനായിട്ട്, അതുപോലെ നമ്മുടെ ചക്രങ്ങളെ ഹീൽ ചെയ്യാനായിട്ട്, ഓറ ക്ലൻസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ ശക്തീകരിക്കുവാനായിട്ട്, അങ്ങനെ ഒരുപാട് ഒത്തിരി വിഷയങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ഒത്തിരി പേര്, കുറച്ച് പേര്, അധികം പേരൊന്നുമില്ല, വ്യൂവേഴ്സ് വളരെ കുറവാണ്, എന്നാലും കാണുന്നവരിൽ കുറച്ച് പേരെങ്കിലും വിളിച്ച് അല്ലെങ്കിൽ വാട്സാപ്പിൽ ഓരോ കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇതൊന്ന് ആവർത്തിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹീബ്രു പെൻഡുലം ഇത് ചെയ്യുന്നത്. ഇവിടെ ഈ പെൻഡുലം വാങ്ങിക്കുവാൻ അത്ര എളുപ്പമല്ല. വിദേശത്തു നിന്നും വരുന്ന വസ്തുവാണ്, മരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്, സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ളതാണ്. അത് കാണുമ്പോൾ തന്നെ, ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് അങ്ങനെ വന്നിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഏകദേശം വിദേശത്തു നിന്ന് വരുമ്പോൾ അതിന് ഒരു 7,000-7,500 രൂപ, കാരണം വെച്ചാൽ മണിയുടെ വേരിയേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് 7,000-നും 7,500, 8,000 അതിൻ്റെ അടുത്തൊക്കെ വരും ഈ പെൻഡുലം തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ. പിന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള നമുക്ക് ഒരുപാട് സെക്ഷനുകളുണ്ട്. ആ സെഷൻസൊക്കെ മുഴുവൻ നമുക്ക് ഹീലിംഗ് സെഷൻസാണ്. നമുക്ക് അത് പരിശീലിക്കേണ്ടതാണ്. അതിന് പ്രത്യേക രീതിയിൽ, കാരണം വെച്ചാൽ ഹീബ്രു ഭാഷയിലാണ് ഇതെല്ലാം പറയുന്നതും പ്രവർത്തിപ്പിക്കുന്നതും. അപ്പോൾ ഹീബ്രു ഭാഷ ആ പറയാനുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ കമാൻഡുകൾ നമ്മൾ കുറച്ച് പഠിച്ചിരിക്കണം. അത് അറബി പഠിക്കുന്ന പോലെ തന്നെ കുറച്ച് പഠിച്ച് മനസ്സിലാക്കാനുണ്ട്. ഇതിൻ്റെ ശബ്ദങ്ങൾ എല്ലാം മുഴുവൻ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ സാധാരണ തൊണ്ടയിൽ നിന്നോ വായിൽ നിന്നോ വരുന്നത് പോലെയുള്ള ശബ്ദങ്ങളല്ല. ഹ എന്നുള്ളതിനെ നമ്മുടെ ശബ്ദം ചെയ്യുമ്പോൾ ഹ എന്നുള്ള പോലെയുള്ള ഹ എന്നുള്ളത് ഉള്ളിലേക്ക് പോകണം. അതേപോലെ തന്നെയാണ് മിക്കവാറും എല്ലാ ഭാഷകളും, അല്ല ഈ ഹീബ്രുവിലെ എല്ലാ കമൻറ്റുകളും നമ്മുടെ ഈ വയറുമായിട്ട് ശബ്ദം ഉണ്ടാക്കണം എന്നാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അതെല്ലാം നമ്മൾ പറയുന്നതും എഴുതിയാൽ ഒരു 80% കിട്ടുമെന്നുണ്ടെങ്കിലും നമ്മളുടെ ആ പറയുന്ന ഒരു വൈബ്രേഷൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ശബ്ദം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണത നമുക്ക് ലഭിക്കില്ല. പഠിക്കാൻ അത്ര എളുപ്പമുള്ള വിഷയമല്ല എങ്കിലും പഠിച്ചാൽ വളരെ ഗുണമുള്ള ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ പഠിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. നമ്മൾ സാധാരണ മലയാളം പറയുന്നത് പോലെ വായയിലോ തൊണ്ടയിലോ നിന്നുള്ള ശബ്ദങ്ങളല്ല വരുന്നത്. അത് അറബി അറിയുന്നവർക്ക് കുറേ പേർക്ക് അതറിയാം. ഹീബ്രു ഭാഷ അങ്ങനെ തന്നെയാണ്. ആകെ 22 അക്ഷരങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ 22 അക്ഷരങ്ങളെ കൊണ്ടുള്ള കളികളാണ്, കസരത്തുകളാണ് ഇതിൽ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ നമ്മുടെ കുട്ടികളുടെ ട്രോമ, അപ്പോൾ നമ്മൾ ഹിപ്നോട്ടിസം ചെയ്ത് നിൽക്കുക, ഹിപ്നോട്ടിസം ചെയ്തിട്ട് പാസ്റ്റ് ലൈഫ് റിഗ്രസ് ചെയ്ത് പോയി എന്ന് വയ്ക്കുക. അപ്പോഴും അവിടെ ചിലപ്പോൾ എല്ലാം അവശിഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും, ട്രോമയിലോ എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ അതും നമുക്ക് ഈ ഹീബ്രു പെൻഡുലം വഴിക്ക് അത് ഹീൽ ചെയ്യുവാനായിട്ട്, അത് റിമൂവ് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് പറയാൻ കാരണം, മറ്റുള്ള ഹീലിങ്ങിൽ നിന്നും അപേക്ഷിച്ച്
ഈ പെൻഡുലം ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എന്തെല്ലാം അവശിഷ്ടങ്ങൾ, നമ്മുടെ പൂർവ്വജന്മത്തിലുള്ള അവശിഷ്ടങ്ങൾ, കാർമിക് ഡിബിറ്റ്സുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇതിൽ കെടുക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഏഞ്ചൽ ഹീലിംഗ് ചെയ്താൽ പോലും എല്ലാം ക്ലിയറായി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് എനർജി ഹീലിങ്സ് ഉണ്ടല്ലോ. റേക്കി മാത്രമായാലും ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഗണ്ടം എനർജീസ് ഉണ്ട്, അതുപോലെ തന്നെ ഹിപ്നോട്ടിസം ഉണ്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഉണ്ട്, ഏഞ്ചൽ ഹീലിംഗ് ഉണ്ട്, പ്രാണിക് ഹീലിംഗ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മുടെ അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഓറയിൽ തങ്ങി കിടക്കും. അതുപോലെ തന്നെ ഓറ ടീർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഓറ ഇങ്ങനെ വിട്ട് കിടക്കുക, അതുപോലെ ചക്രങ്ങൾ അൺബാലൻസ് ചെയ്ത് കിടക്കുക, ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്. അതൊക്കെ റേക്കിയിലൊക്കെ നമുക്കത് ഓറ ക്ലെൻസ് ചെയ്യാനും അതുപോലെ തന്നെ ചക്രാസൊക്കെ ബാലൻസ് ചെയ്യാനും സാധിക്കുമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറേ റെസിഡ്യൂസ് ഉണ്ട്. കാരണം വെച്ചാൽ കുറേ അവശിഷ്ടങ്ങളുണ്ടായിരിക്കും. കർമ്മ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്, അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, കരിങ്കണ്ണേറ്റിട്ട്, കൈവിഷമൊക്കെ കഴിച്ചിട്ട് അതെല്ലാം മുഴുവൻ ഉള്ളിൽ നിന്നും പോയിട്ടുണ്ടായിക്കൊള്ളണമെന്ന് വരില്ല. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യുവാനായിട്ട് ഈ ഹീബ്രു പെൻഡുലം ഏറ്റവും നല്ല ആശ്രയിക്കാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും പ്യുവർ സോളിനെ എടുക്കാനായിട്ട്, ഒരു പുതിയ ആത്മാവിനെ, അതായത് പുതിയൊരു പുനർജീവിതം നമുക്ക് ലഭിക്കുവാനായിട്ട് ഈ ഹീബ്രു പെൻഡുലം വഴിക്ക് നമുക്ക് അത് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത്രയും സവിശേഷമായിട്ടുള്ളൊരു സംഗതിയാണ് ഹീബ്രു പെൻഡുലം. ഹീബ്രു പെൻഡുലം വളരെ നിസ്സാര പെൻഡുലമല്ല. മറ്റു പെൻഡുകളിൽ നിന്നും അപേക്ഷിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഹീബ്രു പെൻഡുലത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. മറ്റു പെൻഡുലങ്ങളുടെ കൂട്ടത്തിൽ വേറെ കുറേ ടെക്നിക്കുകളും കൂടി ഉണ്ട്. അപ്പോൾ അത് മറ്റു പെൻഡുലങ്ങളിൽ നിന്നും പഠിച്ചിട്ടുള്ളവർക്ക് കൂടി ഈ ഹീബ്രു പെൻഡുലം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ക്ലീനായിട്ട് നമുക്കത് അതിൻ്റെ രീതികൾ ശരിയായിട്ട് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പരമാർത്ഥം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇനി കൂടുതൽ വിശദീകരിക്കണമെന്നൊന്നും തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഹീബ്രു പെൻഡുലം സിമ്പിളാണ്. പക്ഷേ എന്നുള്ളത് പ്രയോഗിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൻ്റെ ഭാഷയുടെ ചില പ്രശ്നങ്ങളാണ് പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെൻഡുലം വഴങ്ങിക്കഴിഞ്ഞാലും നമുക്ക് സ്ലാങ് ശരിയായി കഴിഞ്ഞാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തു പോയിട്ട് നമുക്ക് പ്രവർത്തിക്കാനും മറ്റുള്ളവരെ സഹായിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ദൈവം തന്നിട്ടുള്ള അല്ലെങ്കിൽ ഈശ്വരൻ തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ്. ഏറ്റവും പഴക്കമുള്ള ഒരു ഹീലിംഗ് സമ്പ്രദായം കൂടിയാണ് ഈ ഹീബ്രു പെൻഡുലം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആയിരങ്ങൾക്ക് മുമ്പ് ഈ പെൻഡുലം ഡൗസിങ്ങും ഹീലിങ്ങും മുമ്പ് ഇവിടെ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും നടന്നിരുന്നു എന്നുള്ളതാണ് ഒരു പരമാർത്ഥമാണ്. പിന്നെ അതിന് ശേഷം എപ്പോഴും അത് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയതിന് ശേഷം വീണ്ടും അത് പുനർജനിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രയോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അപ്രതീക്ഷിതമായുള്ള റിസൾട്ടാണ് നൽകുന്നത്. കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എൻ്റെ ഈ എളിയ പ്രഭാഷണം കിട്ടുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകൈ. നന്ദി, നമസ്കാരം. താങ്ക് യു. If you like this video, subscribe it and share it. Thank you.